ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ FT Chat ഒഫീഷ്യൽ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എങ്ങനെ പോകാം അതിനെ പറ്റിയാണ്. അത്താണി എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആലുവയിലോട്ട് പോകുന്ന ബസ്സിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റോപ്പിൽ കൊണ്ടിറക്കും. എന്നിട്ട് നമ്മൾ അത്താണിയിലോട്ട് നടക്കുക. ആ നടന്നിട്ട് അവിടെ പ്രൈവറ്റ് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഒരു പ്രൈവറ്റ് ബസ്സും കടത്തി വിടത്തില്ല, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. ബസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ മിക്കവരും പറയുന്നത് അവിടെ ഒരു മെട്രോ ബസ്സുണ്ട്. ഇപ്പം നമ്മുടെ എയർപോർട്ടിൽ വേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി മെട്രോ അവരിറക്കിയിട്ടുണ്ട്. അത് ഒരാൾക്ക് 80 രൂപയാണ്. ആ എമൗണ്ട് തന്നെ കൊടുത്താൽ മതി ഓട്ടോയ്ക്ക്. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. 3 പേർക്ക് 50 രൂപ എന്ന് പറയുമ്പോൾ സംതിങ് ഒരു 240 രൂപ അത്രയൊക്കെ ആകും. പിന്നെ നമ്മൾ 3 പേരും കൂടി ഈ ഓട്ടോയിൽ വരിക എന്നുള്ള റേറ്റ് എന്ന് വെച്ചാൽ 150 രൂപ കൊടുക്കുക. 150 രൂപ കൊടുത്തിട്ട് അവർ ഈ 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്താണിയിൽ നിന്നും നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് വെച്ചാൽ ആ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു പുറം കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് എയർപോർട്ട് അവിടെ ഒരു പാഡി ഫീൽഡ്സ് പോലത്തെ കാണിച്ചിരിക്കുന്നത് സോളാർ വെച്ചിരിക്കുന്നതാണ്. ഞങ്ങളെ ഫാമിലിയായിട്ടാണ് വന്നത്. അപ്പം ഇപ്പോൾ ആരെങ്കിലും നമ്മൾ പിക്ക് ചെയ്യാനായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ സാധാരണക്കാരായിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഒന്നും പറ്റിക്കാണത്തില്ല. പക്ഷെ നമുക്ക് എന്തായാലും പ്ലെയിൻ പോകുന്നതും എല്ലാം നമുക്ക് കാണണമെന്ന് ആഗ്രഹം കാണും. നേരിട്ട് അടുത്ത് കാണണമെന്ന് ആഗ്രഹം കാണും. എയർപോർട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ വിചാരിക്കുക ഈ വീഡിയോ ഒക്കെയാണോ നിങ്ങൾ ഇടുന്നത്, ഇതൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഇത് കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. അവർക്കൊന്നും ഈ എയർപോർട്ടും കാണാൻ പറ്റിയിട്ടില്ല, പ്ലെയിൻ പോകുന്ന ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ഇൻഫോർമേഷനാണ് ഇതിൽ തരുന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് കടക്കാറായി. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ എയർപോർട്ട് നിർമ്മിച്ചത് 1999 അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തും പോയായിരുന്നു എയർപോർട്ട് കാണാനായിട്ട്. ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. ഡൊമസ്റ്റിക് വേറെ സ്ഥലത്ത്, ഇൻ്റർനാഷണൽ വേറെ സ്ഥലത്താണ്. ഈ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടാണ്. സോ അതിന് ഞാൻ അകം കാണിച്ചു തരാം. ഇതാണ് അകം. നമ്മളിനി പോകേണ്ടതെന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് അലോ ചെയ്തിരിക്കുന്ന അങ്ങോട്ടാണ്. ഇതിപ്പോൾ നിങ്ങളെൻ്റെ കാലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാം. വിസിറ്റേഴ്സ് അലോ ചെയ്യണമെങ്കിൽ നമ്മളൊരു പാസ് എടുക്കണം. ആ റൂമിലോട്ട് അലോ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് പാസ് എടുക്കേണ്ടത്. നമ്മൾ പാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിസിറ്റേഴ്സ് റൂമിലേക്ക് പോവുക. ഇതാണ് വിസിറ്റേഴ്സിൻ്റെ ഒരു റൂമെന്ന് പറയുന്നത്. പ്രത്യേക സീറ്റാണ്, AC ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകം ഒരു ഇതാണ്. അപ്പം നമുക്കൊരു റിലേറ്റ് ചെയ്യുന്ന നമുക്ക് അവർ കയറിപ്പോകുന്ന കാണണമെങ്കിൽ ആ റൂമിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഏത് ഇതാണെങ്കിലും നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ 3 സ്ഥലത്തുള്ള എൻട്രികളുണ്ട്. അതിനെല്ലാം പേഴ്സൺ അനുസരിച്ച് 100 രൂപയാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് പ്ലെയിൻ എങ്ങനെയാണ് പറക്കുന്നത്, പ്ലെയിൻ എങ്ങനെയാണ് തിരിച്ച് ലാൻഡ് ചെയ്യുന്നത്, അത് കാണാനാണ് പോയത്. അപ്പം എന്തായാലും ഈ വിസിറ്റേഴ്സ് റൂം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ടിക്കറ്റ് പേ ചെയ്യുക. ഒരാൾക്ക് 100 രൂപ. അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ, 300 രൂപയായി. നല്ലൊരു റൂമാണ്. എത്ര മണിക്കൂറാണ്? 3 മണിക്കൂറാണ് അതിൽ തങ്ങേണ്ട ഒരു ഇത് വരുന്നത്. അപ്പോൾ പെർ പേഴ്സൺ അനുസരിച്ച് 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ 3 പേഴ്സണാണ്. അപ്പോൾ 3 മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കണം. ഇതാണ് ആ റൂമിൻ്റെ ഒരു കാഴ്ച. കണ്ടോ, പ്രത്യേക സീറ്റുണ്ട്. കുറേ പേരല്ല, 1-2 പേരൊക്കെ റിലേറ്റീവ്സിനെ ആക്കാനായിട്ട് അവർ കയറിപ്പോകുന്ന കാണാനായിട്ടും അവർ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിന് മേളിൽ വന്നിരിക്കുന്നതാണ്. നമ്മൾ പ്ലെയിൻ കാണണമെന്നുള്ള ഉദ്ദേശം മാത്രമായിട്ട് വന്നിരിക്കുന്ന പേഴ്സണാണ്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ. ഇപ്പം നിങ്ങൾ കാണുന്ന സീനെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ ഒന്ന് സെൻറ്ററാക്കി ഒന്ന് ഇടുവാൻ തോന്നുന്നു. ഇച്ചിരി നേരം ഒന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ടൊന്ന് ഓർഡറാക്കി ഇടുവാണ്. പിന്നെ താഴെ കുറച്ച് വണ്ടികളെന്ന് പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ വർക്ക് ചെയ്യുന്നവർക്കല്ലേ അറിയത്തുള്ളൂ എന്താണെന്ന്. അതാണ്. പിന്നെ അതെ, കുറേ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് കുറേ പാഡി ഫീൽഡ്സ് പോലെ കാണുന്നത് സോളാർ വെച്ചിരിക്കുന്നതാണ്. ഈ ഇലക്ട്രിസിറ്റി എല്ലാം സോളാർ വഴിയാണ് വരുന്നത്. കുറേ ഉണ്ട്. ആ ഒരു 5 കിലോമീറ്റർ ഫുള്ളും സോളാറാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഇന്ന് കാണുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. ഈ എയർപോർട്ടിൻ്റെ വ്യൂവും കിട്ടുന്നുണ്ട്, നമ്മുടെ ഈ പ്ലെയിൻ പോകുന്ന വ്യൂവും കിട്ടുന്നുണ്ട്. പ്ലെയിൻ വരുന്നതും ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഗ്യാപ്പ് അനുസരിച്ചാണ് പ്ലെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓരോ പ്ലെയിൻ ഇങ്ങനെ ആൾക്കാരെ കയറ്റുകയും ഇറക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കിടക്കുന്ന എല്ലാ പ്ലെയിനും റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അതേപോലെ പോയിട്ട് കറങ്ങി കുറച്ച്
താമസമാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ പതിയാണത് പോകുന്നത്. പതിയെ ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് പിന്നെ ആ പ്ലെയിൻ്റെ ആ വശം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ വീഡിയോ ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മൾ പോകുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ എബ്രോഡ് പോകുമോ ഗൾഫിൽ പോകുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അങ്ങനെ നമ്മളൊന്നും പോകുന്നില്ല, ഈ കാലത്ത് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ കണ്ടിരിക്കാം. ഇതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടാലേ നമ്മൾ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഈ പ്ലെയിൻ ഏതാണെന്നറിയാമോ? എനിക്കറിയാം, ഇത് ഇൻഡിഗോയുടെ പ്ലെയിനാണേ. ഇപ്പം അങ്ങോട്ട് പോയ പ്ലെയിൻ ഇപ്പം തിരിച്ച് വന്നിട്ട് ദേ ഇപ്പം ഫ്ലൈ ചെയ്യാൻ പോവാണ്. കണ്ട, നമുക്കൊരു പൊട്ട് പോലെ ഇങ്ങനെ കാണാൻ പറ്റും ഫ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തുകൂടി ഇങ്ങനെ പോകുന്ന കാണാം. ദേ പതിയെ വീല് പൊങ്ങുന്നു. വീൽ എന്നിട്ട് കുറച്ച് പൊങ്ങിക്കഴിയുമ്പം ആ 4 വീലും അകത്തോട്ടിങ്ങനെ ആകും. ആ പ്ലെയിനാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ഭയങ്കര ഒരു നമ്മുടെ അടുത്തുകൂടി കുറേ പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോഴേ എന്ത് രസമാണെന്നറിയോ കണ്ടിരിക്കാനായിട്ട്. ഭയങ്കര ഒരു രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.